ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ പുതിയൊരു പരിപാടി നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുകയാണ്. വേറൊന്നുമല്ല, പോഡ് ക്ലിക്ക് എന്നാണ് അതിൻ്റെ പരിപാടിയുടെ പേര്. ബേസിക്കലി ഇതിൽ കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പറയാം, ഓരോ എപ്പിസോഡ്സായിട്ട് ഹൂ ആം ഐ, എന്താണ് ഞാൻ, എൻ്റെ ലൈഫ്, അതിൽ ഓരോ കാര്യങ്ങൾ ഞാൻ നേരിട്ട കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ എനിക്ക് വായി തോന്നിയൊക്കെ പറയുക. ബേസിക്കലി അതാണ്, എനിക്ക് വായി തോന്നി എന്തെങ്കിലുമൊക്കെ പറയാം. അതോരോ എപ്പിസോഡ്സായിട്ട് നമുക്ക് പോഡ് ക്ലിക്ക് എന്ന പേരിൽ ഇതിലൂടെ പറയാനാണ് ഗൈസ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇപ്പം ഇന്ന് എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത് എൻ്റെ ചൈൽഡ്ഹുഡാണ്. അതായത് എനിക്ക് ബേസിക്കലി ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനത്തെ ഒരാളാണ്. എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫേസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നല്ലതാണ്, ചീത്തയല്ല. പക്ഷെ നല്ല കാര്യങ്ങൾ ഇന്ന് ലൈഫിൽ ഞാൻ കുറേ ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. കാരണം ആ ഒരു സമയം നമുക്ക് പോകാൻ പറ്റണില്ല എന്നൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ ഏകദേശം ഞാനൊരു LKG പഠിക്കും. നമ്മൾ LKG പഠിക്കൂലേ. അപ്പം ഞാൻ LKG പഠിക്കുമ്പം എല്ലാവരും എൻ്റെ അടുത്ത് ആ സമയത്ത് എനിക്ക് മലയാളം നല്ലപോലെ പഠിക്കണമായിരുന്നു. അപ്പോൾ മലയാളം പഠിക്കാൻ വേണ്ടി എന്നെ ആദ്യം ഒരു സ്കൂളിലാണ് കൊണ്ടുവിട്ടത്. അപ്പോൾ സ്കൂളിൽ വിട്ടപ്പോൾ ഞാൻ മലയാളം പഠിക്കാൻ വേണ്ടി ഞാൻ പിന്നെ നാട്ടിൽ പോയി. നാടെന്ന് പറയുമ്പോൾ എൻ്റെ നാടെന്ന് പറയുമ്പം അമ്മയുടെ നാടാണ്. അമ്മ താമസിച്ച അമ്മയുടെ നാട് കൊല്ലത്തായിരുന്നു. അപ്പോൾ അവിടെ നാട്ടിൽ താമസിക്കുമ്പോൾ ഏറ്റവും ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്കെന്ന് പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ ഈ ഏജിലും എനിക്കെന്ന് പറഞ്ഞാൽ ഈ പാടം, ഈ തുളസി കതിരണിഞ്ഞ പെൺകുട്ടി, ഈ മരത്തിൻ്റെ മൂട്ടിൽ കുറേ അപ്പന്മാരെ ചുറ്റിയിരിക്കും, അമ്പലം, ഇങ്ങനത്തെ നൊസ്റ്റാൾജി ഇപ്പോഴും എനിക്ക്. നമ്മുടെ ചന്ദ്രോത്സവം സിനിമയിൽ മോഹൻലാലിൻ്റെ അതൊക്കെ വളരെ ബ്യൂട്ടി. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് ഇപ്പോഴും സ്റ്റിൽ ഞാൻ ഭയങ്കര വീക്ക്നെസ്സാണ് എനിക്കത്. വീക്ക്നെസ് എന്ന് വെച്ചാൽ എനിക്ക് അത്ര ഇഷ്ടമാണ് അവിടെയൊക്കെ താമസിക്കുക, അവിടുത്തെ ലൈഫ് സ്റ്റൈല്. കാരണം ഇവിടെയൊക്കെ മടുത്തു തുടങ്ങി. നമുക്കറിയാം ജീവിതം കുറേയൊക്കെ മടുക്കും. അപ്പോൾ ഞാൻ അവിടുന്ന് പിന്നെ ഏകദേശം കുറേ മലയാളം പഠിക്കാൻ വേണ്ടി മാത്രം നാട്ടിൽ പോയിരുന്നു. നാട്ടിലൊക്കെ എന്ന് വെച്ചാൽ ഇന്ന് ലിറ്ററലി കാണുന്നതല്ല കൊല്ലം. അഷ്ടമുടി കായലിനവിടെ, അതിൻ്റെ ബാക്ക് സൈഡിലാണ് വീട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി കായലിൽ പോകാൻ പറ്റും. കാരണം അതൊക്കെ ഇപ്പോഴെന്ന് വെച്ചാൽ നമ്മളൊക്കെ കുറേ പേര് ഈ ഒരു പ്രായത്തിലാണെങ്കിൽ പിള്ളേർ, ഇപ്പോൾ ന്യൂ ജനറേഷൻ പിള്ളേരുടെ ന്യൂ ജെൻസ് എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ മിസ് ചെയ്യണം ലൈഫിൽ. ഞാനൊക്കെ ഒരു സമയത്തൊക്കെ സ്കൂളിൻ്റെ അവധിയൊക്കെ കിട്ടുമ്പോൾ ആദ്യം പോണ നാട്ടിലാണ്. നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു 2 months ഐ വിൽ ബി ദെയർ. ആ 2 months ഞാൻ എൻജോയ് ചെയ്യുന്നത് അതങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല, അത്രയ്ക്കും കിഡിലിനായിട്ടാണ്. ബേസിക്കലി ഞാൻ നാട്ടിൽ പോയി കഴിയുമ്പോഴത്തേക്ക് ആദ്യം ഈ മലയാളം പഠിക്കണമല്ലോ. അപ്പം LKG ഞാൻ പഠിച്ചപ്പോഴും എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അമ്മയ്ക്ക് പ്രശ്നം എന്ന് വെച്ചാൽ അമ്മ നല്ലപോലെ മലയാളം പഠിക്കണം. അപ്പോൾ അമ്മ അന്ന് സംഭവം എന്ന് വെച്ചാൽ മണ്ണിൽ നമ്മളിങ്ങനെ എന്ന് എഴുതി പഠിക്കുന്ന സമയമാണ്. അപ്പോൾ മണ്ണിൽ എഴുതാൻ വേണ്ടി മാത്രം എന്നെ അവിടെ കൊണ്ടാക്കി. അന്നൊക്കെ മണ്ണിൽ എഴുത്തൊക്കെ ഉണ്ടായിരുന്നു, ഇന്നുണ്ടോ എനിക്കറിയത്തില്ല. അപ്പോൾ അന്ന് ഞാൻ മണ്ണിൽ എഴുതാൻ വേണ്ടി ഇങ്ങനെ പോയിട്ട് അന്ന് എനിക്ക് ഫ്രണ്ട്സൊന്നുമില്ല. ബേസിക്കലി ആ സമയത്ത് നമുക്കവിടെ ഫ്രണ്ട്സ് അവർ പിന്നെ കൊണ്ടാക്കും, ഞാൻ തിരിച്ചു വരും, അത്രയൊക്കെ സമയം അപ്പനെ അമ്മയെ കൊണ്ടു. പിന്നെ കുറച്ചും കൂടെ പ്രായമായപ്പം അപ്പോഴൊക്കെ നടക്കാൻ പറ്റുമല്ല ബേസിക്കലി. അപ്പോൾ ഈ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു അമ്മമ്മ എന്തോ ഒരു പ്രായമായ ഒരു സ്ത്രീ നടത്തണയാണ് ഈ പറഞ്ഞ ഒരു സ്ഥലം. അതായത് കുറേ പിള്ളേർ വരും, പിള്ളേരൊക്കെ ഇരുന്ന് മണ്ണിൽ ഇങ്ങനെ എഴുതും, മലയാളം അതൊക്കെ എഴുതും. അപ്പോൾ എന്നെ അവിടെ സംഭവം ലിസ്റ്ററിൽ പോകുമ്പം എനിക്ക് ഫ്രണ്ട്സൊന്നും ഇല്ല. അന്ന് ഫ്രണ്ട്സ് ഇല്ലായിരുന്ന സമയത്ത് എനിക്ക് ആ സമയത്ത് ഒരു ഫ്രണ്ട്സ് ഉണ്ട്, മാളു എന്ന് പറഞ്ഞ ഫ്രണ്ടായിരുന്നു. അന്നൊക്കെ നമുക്ക് എന്ത് പ്രണയോ അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള പ്രായമില്ല. സത്യം പറഞ്ഞാൽ ഞാനൊരു +2 കഴിഞ്ഞപ്പോഴാണ് ഇത് ഒരു അറ്റ്ലീസ്റ്റ് പരിപാടികളെങ്കിലും മനസ്സിലാവണത്. അന്നതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല ലിറ്ററലി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഞാൻ രാവിലെ പോവും, ഞാനും ആളും കൂടെ ഒരുമിച്ച് പോവും, നേരെ അവിടെ പോയിരിക്കും, മണ്ണിലെഴുതും ആ ഈ ഊ. പിന്നെ ആ സംഭവം അവിടെ ഈ ഒരു കുടില് പോലെയാണ് സംഭവം. ഇതിന് മുകളിലായിട്ടൊരു ജാമ്പയ്ക്ക മരമുണ്ട്. ഈ ജാമ്പയ്ക്ക എറിഞ്ഞിടും. എന്നിട്ട് ജാമ്പയ്ക്കയും കടിച്ച് ഞാനും എന്ത് ചെയ്യും, ഓൾമോസ്റ്റ് ഞാനും ഈ പറഞ്ഞ ആളും കൂടെ ഒരുമിച്ച് ജാമ്പയ്ക്കയെ കടിച്ചിട്ട് നേരെ കടിച്ച് അങ്ങ് വീട്ടിൽ പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാളു എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടായിരുന്നു. കാരണം എനിക്ക് ആ സമയത്ത് അങ്ങനെ ഫ്രണ്ടേ ഉള്ളൂ. ആ ഫ്രണ്ടിലൂടെ പോവും, കറങ്ങും, തിരിച്ചു വരും. പക്ഷെ അപ്പോൾ നടന്ന ഏറ്റവും ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് എനിക്ക് ആ സമയത്ത് ലിറ്ററലി ആ സമയം ഞാൻ ഭയങ്കര ഫ്രണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് വേറെ അങ്ങനെ ഫ്രണ്ട്സ് ഇല്ല നാട്ടിൽ പോകുമ്പോൾ. അവിടെയൊക്കെ പോയി ആരിയിരിക്കും നമുക്ക് കൊച്ചു പ്രായത്തിൽ, അങ്ങനെ കുട്ടികൾ അങ്ങനെ ആരും ഇല്ല. അപ്പോൾ നാട്ടിൽ പോയിരിക്കുമ്പോൾ ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകും. അപ്പോൾ ഒരു ദിവസം പോയപ്പം ഇവളെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു പട്ടിയുള്ള വീട്ടിൽ ഈ പട്ടി എങ്ങാണ്ട് കണ്ടപ്പോഴത്തേക്ക് ഇവിടെ എന്തോ ഒരു കല്ലെടുത്തെറിഞ്ഞു. ലിറ്ററലി പട്ടി എന്ത് ചെയ്ത് ഓട്ടിച്ച് ഇവള് ഓടി അവളെ വീട്ടിൽ കയറി. ഞാൻ പിന്നെ ചുറ്റപ്പുല്ല് ഞാൻ ഓടി എൻ്റെ വീട്ടിൽ കയറാൻ പറ്റിയില്ല. അതിന് മുമ്പ് ഈ പുല്ലിൻ്റെ പുറകെ ഓടി വരുമായിരുന്നു. പക്ഷെ എന്നിട്ടും ഞാൻ അങ്ങനെ വീട്ടിൽ കയറി പറ്റി. അന്ന് ദാറ്റ് ഡേ ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല.
അന്ന് ഞാൻ വിട്ട്. ഇതേപോലുള്ള ഫ്രണ്ട്സൊന്നും എനിക്ക് വേണ്ട. ഞാൻ സത്യം പറഞ്ഞ ആ പ്രായത്തിൽ പിന്നെ ഞാൻ വിട്ടില്ല. ഞാൻ പിന്നെ അവളെ സംസാരിക്കുന്നില്ലായിരുന്നു. പിന്നെ കുറേ ഞാൻ നാട്ടിൽ പോകും മീൻസ് ഇപ്പം എൻ്റെ വീടിൻ്റെ ബാക്കിൽ കായൽ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ചുറ്റും കുറേ മണ്ണ് വാരും, മറ്റേ ചിരട്ട വയ്ക്കും. അത് കഴിഞ്ഞ് മരമുണ്ട്, മാങ്ങാ മരമുണ്ട്. അപ്പോൾ അതിൽ മാങ്ങ ഇടിഞ്ഞ് പൊട്ടിച്ചിട്ട് കഴിക്കാൻ തന്നെയാണ് പോകണം. കാരണം അമ്മമ്മ അപ്പൂപ്പനും ആ സമയത്ത് ഉണ്ടായ സമയത്തൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ ഗോൾഡൻ ഏജ് എന്നൊക്കെ പറയാം. അതൊക്കെയായിരുന്നു ഏജ്. കാരണം ഇന്നത്തെ പോലെ വെക്കേഷൻസൊക്കെ പിള്ളേർ എവിടെ പോകാൻ, മാലദ്വീപ്സ്, ലക്ഷദ്വീപ്, അല്ലെങ്കിൽ അമ്മ പപ്പ ആക്കട്ടെ, അങ്ങനെയല്ല. ഞാനൊക്കെ നാട്ടിൽ പോയി അമ്പലം ഉത്സവം, മണ്ണിലൊക്കെ ഇരുന്ന അമ്പലം ഉത്സവം കാണണം. ഇന്ന് ആൾക്കാരൊക്കെ പറഞ്ഞാൽ തന്തവേവ് എന്ന് പറയുന്ന ഒരു സമയത്ത് ഞാനൊക്കെ എൻജോയ് ചെയ്ത ടൈമുണ്ട്. കാരണം ലിറ്ററലി ഫോണെന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്തിട്ടില്ല. ഈ ഫോണും കാര്യങ്ങളൊന്നും ഇല്ലാതെ ആ പ്രായത്തിൽ നാട്ടിൽ പോയി അമ്പലങ്ങൾ, ഉത്സവങ്ങൾ, ഡാൻസ്, പരിപാടി. പിന്നെ അവിടെ 2 മാസം നമുക്ക് ലിറ്ററലി കിട്ടുന്ന ടൈമാണ്. ആ ടൈമിൽ നമുക്ക് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ കിട്ടും. ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമേ ഞാൻ നാട്ടിൽ പോയിരുന്നു. കാരണം ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യണ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണമുണ്ടത്. കാരണം ഒരുപക്ഷെ അന്ന് എനിക്ക് കിട്ടിയ കുറേ വാല്യൂസ് ആയിരിക്കും. അന്ന് ഞാൻ നേടിയ കുറേ വാല്യൂസ്, ഈവൻ ഇഫ് നാട്ടിൽ പോകുന്നതായിരുന്നാലും അമ്മമ്മ അപ്പൂപ്പനും ടൈം സ്പെൻഡ് ചെയ്യണമായിരുന്നാലും, ഈവൻ വാട്ട് എവർ ദ മെമ്മറീസ് ഐ ഹാവ് മെയ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം, അന്ന് ഞാൻ നേടിയ പലതും ഇന്നെൻ്റെ വാല്യൂസാണ്. കാരണം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നമ്മുടെ ബിഹേവിയർ, ദ വേ ഐ ആം സ്പീക്കിംഗ്. എനിക്ക് ചില മലയാളം അറിയാൻ പറ്റുന്നത്, ഞാൻ മലയാളി എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ മലയാളം എഴുതാനും വായിക്കാനും അറിയുന്ന എത്ര പേര് നമ്മുടെ കേരളത്തിലുണ്ടെന്നുള്ളത് നമുക്ക് കണക്കെടുത്ത് അറിയാൻ പറ്റും. അപ്പോൾ അത് എനിക്ക് അത്യാവശ്യം മലയാളം അറിയണം. വേറെ ലാംഗ്വേജ് അറിയുന്നതിനെക്കാട്ടിൽ ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ആ നേറ്റീവ് ലാംഗ്വേജ് അറിയാമെന്ന് പറയുന്നത്. അതിന് വേണ്ടിയാണ് ഞാൻ പോരുന്നത്. പിന്നെ ആ പരിപാടി കഴിയും, പിന്നെ ഡെയിലി പോവും, തിരിച്ചു വരും, പിന്നെ വീട്ടിൽ വരുമ്പോൾ പിന്നെ കുറേ ഫ്രണ്ട്സ്, സ്കൂളിൽ പോകുമ്പോൾ കുറേ ഫ്രണ്ട്സ്. സ്കൂളിലെ കഥയൊക്കെ വേറെ ലെവലാണ്. ഞാൻ ഏകദേശം 1 തൊട്ട് 10 വരെ ഒരു സ്കൂളിലാണ് പഠിച്ചത്. അന്ന് ഞാൻ പഠിച്ച കഥകൾ സത്യം പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എല്ലാവരും, എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവരും, എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നാലും ഒക്കെ എൻ്റെ അടുത്ത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ കയ്യിൽ കുറേ കണ്ടൻറ് ഉണ്ടെന്നാണ്. എൻ്റെ കയ്യിൽ കുറേ കണ്ടൻറ് ഉണ്ട്. ലിറ്ററലി ദ വേ മീൻസ് ഞാൻ കുറേ കഥ പറയുന്ന ആളാണ്. എനിക്ക് ആരെ കിട്ടിയാലും ഞാൻ കാര്യം പറയും. ഒരുത്തനെ കിട്ടിയ ആളാ ഇങ്ങനെയായിരുന്നു ഇങ്ങനെയാണ്. കാരണം എനിക്ക് ആരെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ പിന്നെ ആയപ്പോൾ സംസാരിക്കാൻ ആരുമില്ലാതായി. പിന്നെ ഞാൻ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ കോണ്ടന്റ് വാട്ട് ഐ ആം ജസ്റ്റ് ട്രൈങ് ടു ഗീവ് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ഐ എം ജസ്റ്റ് ട്രൈങ് ടു ഗീവ് ഇറ്റ് ത്രൂ ദി യൂട്യൂബ്, വാട്ട് എവർ ദ പ്ലാറ്റ്ഫോം ഐ എം യൂസിങ്. സോ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു തുടങ്ങി. ലിറ്ററലി ഞാൻ അതാണ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇപ്പം കുറേ പേര് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പല കാര്യങ്ങളും. അപ്പോൾ അതെനിക്ക് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞു തീർത്ത് എവിടെയാണ്, അവിടെ സ്കൂളിൽ പോയി മാളുമൊക്കെ ആയിട്ട് പോയി. മാളുമൊക്കെ കഴിഞ്ഞ് പിന്നെ പോയപ്പോഴത്തേക്കും പിന്നെ ഞാൻ നാട്ടിൽ പോയി പ്രശ്നമാണെന്ന് വെച്ചാൽ ഞാൻ നാട്ടിൽ പോയി കഴിയുമ്പോൾ അവിടെയുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നൊക്കെ വരും. എന്ന് വെച്ചാൽ ഇത് ഒരു കുഞ്ഞ് പ്രായം വരെ ഞാൻ പിന്നെ എപ്പോഴും, അതായത് LKG തൊട്ട് എൻ്റെ ഈ പ്രായം വരെയാണെങ്കിൽ ഒരു സമയം വരെ അവരൊക്കെ മരിക്കും വരെ ഞാൻ എല്ലാ 2 മന്ത് കൂടുമ്പോൾ അവധി കിട്ടുമ്പോൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ നാട്ടിൽ പോകുമ്പോൾ ഏറ്റവും ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രിവാൻഡ്രം എന്നല്ലേ പറഞ്ഞത്, ഈ ട്രിവാൻഡ്രം എന്നൊക്കെ വരുന്ന സമയത്ത് എൻ്റെ വീട് ട്രിവാൻഡ്രത്താണ്. അപ്പോൾ ഞാൻ അവിടുന്ന് ഏകദേശം കൊല്ലത്തൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെയൊക്കെ ബസ് സ്റ്റോപ്പിൽ വിളിക്കാൻ. അപ്പോൾ നമ്മൾ മറ്റേ ബാഗൊക്കെ തൂക്കി നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ നോക്കും, ഓ ഇസ് കമ്മിങ് ഫ്രം ട്രിവാൻഡ്രം. അപ്പോൾ എന്ത് ചെയ്താൽ ആ മോനെ അവിടെ അങ്ങനെയാണ് വന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കും. ലിറ്ററലി ചോദിക്കണമല്ല പ്രശ്നം. ഈ ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഈ പിള്ളേരുണ്ട് ഇഷ്ടം പോലെ. ഈ പിള്ളേരൊക്കെ വന്നിട്ട് ചേട്ടാ ഇങ്ങനെയാണ് ചേട്ടാ അവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഇങ്ങനെ വന്ന് പിള്ളേരൊക്കെ നമ്മുടെ ദേഹത്തൊക്കെ പിടിക്കപ്പോൾ ഞാൻ പിന്നെ മുട്ടായൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് പോവും. പക്ഷേ ഇത് ഇപ്പം ഞാൻ പോയാലും ഇങ്ങനെയാണ്. അതൊരിക്കലും ഞാൻ അവരെ കുറ്റം പറയണമല്ല. കാരണം ആ ഒരു ലൈഫ് സ്റ്റൈൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ആ ലൈഫ് സ്റ്റൈലിൽ കിട്ടണമെന്ന് ആഗ്രഹിക്കും. കാരണം ഇന്ന് ഈ പറഞ്ഞ ജോലി കാര്യങ്ങൾ ഇവിടെ അവിടെ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് ടൗണും ഇവിടെയൊക്കെ കിടന്ന് സത്യം പറഞ്ഞാൽ ജീവിതം കുറേയൊക്കെ മടുത്ത്. പക്ഷെ അവിടെയൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ചായ എടുത്തിട്ട് ഒരു കസേര ഇട്ട് ആ ഒരു കായലിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കണം. ആ ഒരു വൈബുണ്ടല്ലോ, അത് നിങ്ങൾ ഇപ്പോൾ തന്ത വൈബ് എന്നൊക്കെ പറയണം. സത്യം പറഞ്ഞാൽ തന്ത വൈബ് എന്ന് പറയുന്നവരുടെ അടുത്ത് എനിക്ക് സംസാരിക്കാനുള്ളതെന്ന് വെച്ചാൽ ലിറ്ററലി തന്ത വൈബ് എന്നല്ല. കാരണം അതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കാം മൈൻഡ്. ഇന്ന് നമ്മുടെ സൊസൈറ്റി പറഞ്ഞാൽ പല പ്രശ്നങ്ങളില്ല. അതിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്കൊരു കാംനെസ് ഇല്ല. അങ്ങനെ സ്ഥലങ്ങളാരും പോകുന്നില്ല. നമ്മളെ ട്രീറ്റ് ചെയ്യണില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ എത്ര ഹാപ്പി ആവണമെന്നുള്ളതല്ല കാര്യം, ഹൗ വി ആർ ട്രീറ്റിങ് അവർ സെൽസ്. ഞാൻ എങ്ങനെ എന്നെ ട്രീറ്റ് ചെയ്യണം, എൻ്റെ ഹാപ്പിനെസ് എവിടെ കണ്ടെത്തണം, ഞാൻ എന്തോളം ഹാപ്പിയാണ്, ഈ ഹാപ്പിനെസ്സിലാണ് കാര്യം. അല്ലാതെ ഞാൻ കുറേ പണം ഉണ്ടാക്കി എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ ഞാൻ കുറേ കാര്യം ചെയ്തൊരു കാര്യമില്ല. എൻ്റെ ഓർമ്മകൾ, എൻ്റെ ചൈൽഡ്ഹുഡ്, അല്ലെങ്കിൽ ഞാൻ നേടിയ വാല്യൂസ്, അതിൽ വെച്ച് ആ ഒരു മെഷർ സ്കെയിൽ എടുക്കുമ്പം ആ സ്കെയിലിൽ ഒരു 50% എങ്കിലും ഐ ഷുഡ് ബി ഹാപ്പി. ഹാപ്പിനെസ് ഞാൻ കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ ഹാപ്പിനെസ് ഞാൻ കണ്ടെത്തി ഏകദേശം പോയപ്പം ഞാൻ ഇതൊക്കെ അറിഞ്ഞത്. കാരണം
നിങ്ങൾ ആലോചിച്ച് ഇപ്പോൾ നാട്ടിൽ പോയി അവിടെ ഇരുന്ന് സത്യം പറയാം ഓലക്കാലൊക്കെ ഉണ്ടല്ലോ, ഓലക്കാല് വെച്ച് ഞാൻ വണ്ടിയൊക്കെ ഉണ്ട്. കാരണം അപ്പൻ മിലിറ്ററിയിലായിരുന്നു. അപ്പം മറ്റേ സ്ട്രിക്റ്റൊക്കെ ആണെങ്കിൽ പക്ഷെ ഭയങ്കര കാര്യമായിരുന്നു. എന്നെ ഭയങ്കരമായിരുന്നു. അമ്മമ്മയൊക്കെ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ വീട്ടിൽ നിന്ന് അവിടെ പോകുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഇരിക്കുള്ളൂ, ഫുഡൊന്നും അങ്ങനെ കഴിക്കണില്ല നമ്മൾ താപ്രായം. പക്ഷെ തിരിച്ചു വരുമ്പോൾ ഇത്രയും കാണും, വീട്ടിൽ ഇത്രയാണ് വീട്ടിൽ കാണും. കുറേ അമ്മയൊക്കെ അടിയുണ്ടാക്കും, ഇത് അവിടെ പോയിട്ട് ഇത്രയൊക്കെ ഫുഡൊക്കെ കഴിച്ച് നീ പൈസയൊക്കെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ കുറേ അമ്മയൊക്കെ അടിയൊക്കെ ഉണ്ടാക്കും അമ്മമ്മയുടെ അടുത്തേക്ക് വിളിച്ചിട്ട്. ലിറ്ററലി അങ്ങനെയൊക്കെ വിളിച്ച് അവർ പറയും. പക്ഷേ എനിക്കവിടെ മാങ്ങ എന്ന് വെച്ചാൽ ടൈം വെച്ചിട്ടുണ്ട്, ഇത്ര ടൈം കിട്ടിക്കൊണ്ടിരിക്കും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും, ഉച്ചക്കുള്ള ഫുഡ് കിട്ടും, വൈകിട്ടുള്ള ഫുഡ് കിട്ടും, രാത്രിയുള്ള ഫുഡ് കിട്ടും. പിന്നെ ഇത് കഴിഞ്ഞാൽ അപ്പനാണെങ്കിൽ വെളിയിൽ പോകും. അപ്പൻ്റെ ഗുണമെന്ന് വെച്ചാൽ മിലിറ്ററിയിലേക്കാണ് ഇപ്പോൾ രാവിലെ ഇറങ്ങി നടക്കും. ഞാൻ ഒരു 8 മണിയാകുമ്പോൾ കൂടെ പോയി നടന്നൊരു കടയിൽ ചെല്ലുക. ആ കടയിൽ ചെല്ലുമ്പോൾ അവിടുന്ന് കുറേ ഫുഡ്, ദോശ വട അവിടുന്ന് കിട്ടും. പിന്നെ അടുത്ത അടുത്ത എന്ത് വേണം, ശരി അടുത്ത ജ്യൂസ് കുടിക്കും. പിന്നെ അപ്പനാണ് അടുത്ത ജംഗ്ഷനിൽ പോകും, ജംഗ്ഷനിൽ പോയി അവിടുന്ന് കഴിക്കും. പിന്നെ തിരിച്ചു വന്ന് ഇങ്ങനെ വൈകിട്ട് 5 മണിക്കും പോകും. 5 മണിക്ക് ഒരു കടയിൽ പോയി ബീഫും പൊറോട്ടയും വാങ്ങിച്ചരും. പിന്നെ അവിടെ ചായ കുടിക്കും. ഈ ഒരു ജീവിതം ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് എത്ര മനസ്സിലാണെന്ന് കാരണം. പക്ഷേ ഇന്ന് ഒറ്റയ്ക്കായിപ്പോയി. പക്ഷെ ഇന്ന് അവരാരും ഇല്ല. പക്ഷെ ഇന്ന് ഞാൻ ആ സ്ഥലത്തോ അവിടെ പോകുമ്പം ഞാൻ ഇന്ന് ഒറ്റയ്ക്ക് പോകും. ഓരോ സ്ഥലങ്ങളിലൂടെ ഞാൻ ഒറ്റയ്ക്ക് പോകും. കാരണം ഓരോ സ്ഥലങ്ങളും എനിക്ക് തരുന്ന മെമ്മറീസ് എന്ന് പറഞ്ഞാൽ ഐ കാണ്ട് എക്സ്പ്ലെയിൻ. കാരണം ഞാൻ ഇരുന്ന സ്ഥലങ്ങൾ, ഞാൻ നടന്നത്, പോയത്, ആ സ്ഥലങ്ങളൊക്കെ എനിക്ക് കുറേ മെമ്മറീസ് ഉണ്ട്. ഈ മെമ്മറീസൊക്കെ ഒരിക്കലും മനസ്സിൽ നിന്ന് പോകില്ല. പക്ഷെ അവിടെ ചെന്നൊക്കെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, അത് പറഞ്ഞറിയാം. ഇപ്പോൾ ഞാനൊരു കലിങ്കലിലൊക്കെ പോയിരിക്കും. ആ കലിങ്കലിലൊക്കെ പോയിരിക്കുമ്പോൾ പണ്ട് അവരിരുന്നതും കഥ പറഞ്ഞതും കാര്യങ്ങളും ഒരു മാവ്. ഇപ്പോൾ ഇന്ന് സ്ഥലമൊക്കെ നമുക്ക് വീടും അവിടെയൊക്കെ ഉണ്ട്. പക്ഷെ വീടൊക്കെ ഏകദേശം പണ്ട് നമുക്ക് സ്ഥലങ്ങളൊക്കെ കുറച്ച് വേറെ ആൾക്കാർ കൊടുത്ത്, ഇന്ന് ആ മരം പോയി, സ്ഥലം പോയി. ഇന്ന് കുറേ പേരൊക്കെ മരിച്ചുപോയി, കുറച്ച് പേരൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ ആൾക്കാരെ അറിയാമല്ലോ, ആൾക്കാർ അവരുടെ ബിസി ലൈഫിലേക്ക് പോകും. ഇപ്പം ഞാൻ ഇത്ര കാര്യം പറയുമ്പോഴത്തേക്കും ആർക്കും ചിന്തിക്കാൻ ടൈമുള്ള കാര്യങ്ങളല്ല ഞാൻ പോയി സംസാരിക്കുന്നത്. നമ്മളൊക്കെ സത്യം മനസ്സിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും. ഇതിപ്പോൾ എന്നെ പോലെ പലരുടെ മനസ്സിലും കാണും. അവരൊന്നും പറയണില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തെങ്കിലുമൊക്കെ ആര് സംസാരിക്കാൻ വേണ്ടി ഞാനങ്ങ് നടക്കുന്നേ ഉള്ളൂ. കാരണം ഇതൊക്കെ മനസ്സിൽ ഒതുക്കി വെച്ചിട്ടും കറപ്പം ഞാൻ പറയുന്ന കാര്യം കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അവരൊരു സമയത്തെങ്കിലും ചിന്തിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ല. അതേ ഞാൻ ഇങ്ങനെ പോവും. ലിറ്ററലി ഞാൻ പറയും, സ്കൂൾ വിട്ടാലും ഒരു 2 മാസം കൂടുമ്പോഴൊക്കെ ഞാൻ പോയി കൊല്ലത്ത് ബസ്സൊക്കെ ഇറങ്ങി ആൾക്കാരെ കണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ പിന്നെ അമ്മയുടെ അനിയത്തിയുടെ മോളൊക്കെ ഉണ്ട്. അവരുടെ കസിൻസാണ് നമ്മൾ. ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ 3 കസിൻസാണ്. അപ്പം എനിക്ക് ചേട്ടനുണ്ട്, ഞാനും ചേട്ടനും അവളും കൂടെ ആയിട്ട് മരത്തിൽ എന്ന് വെച്ചാൽ അന്ന് എനിക്ക് തോന്നുന്നു ഈ ബാപ്പു, ലിറ്ററൽ നമ്മളുടെ പേരുണ്ട്, ബാപ്പു ജീപ്പു രഞ്ജു എൻ്റെ മൈൻഡിൽ അതാണ് നമ്മൾ പേര്. ഈ പേരിട്ടിട്ട് നമ്മൾ 3 ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസേഴ്സാണ്. ആ പ്രായം നമുക്ക് ഞാൻ പറയാം ലിറ്ററലി ഇപ്പോൾ വീടാണെന്ന് വെച്ചാൽ വീടിൻ്റെ അവിടെ നിന്ന് വലിയ കാടാണ്, ഈ കായലല്ലേ. അപ്പോൾ മരം കാണും. ഈ മരം എന്ന് വെച്ചാൽ ഓരോ മരങ്ങൾ കാണും. എന്ന് വെച്ചാൽ മരങ്ങൾ എന്ന് വെച്ചാൽ വ്യത്യസ്തമാണ്. ഇങ്ങനെ വന്ന് ഒരാൾക്ക് ഇരിക്കുക, നമുക്ക് ട്രീ ഹൗസ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന മരങ്ങൾ. അങ്ങനെ നമ്മൾ എല്ലാ മരങ്ങളും ട്രീ ഹൗസസ് ആക്കും. ട്രീ ഹൗസ് ആക്കി ഞങ്ങൾ ഈ 3 പേരും കൂടെ ഇരുന്നിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും. നമ്മൾ തന്നെ കഥ ഉണ്ടാക്കുക, നമ്മൾ തന്നെ ചെയ്യും. എന്നിട്ട് ലിറ്ററലി ഞാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുഴികൾ ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. ചിരട്ട വെച്ച് മണ്ണ് വെച്ച് തോണ്ടി കുഴി ഉണ്ടാക്കി. കുഴി ഉണ്ടാക്കിയിട്ട് കുഴിക്കകത്ത് അന്ന് ഈ ചിരട്ട, ഈ ചെറിയ കമ്പ്, മുള്ളൊക്കെ ഇടും. അപ്പോൾ പ്രായമുള്ള അപ്പന്മാർ അവരുമൊക്കെ വരും കേട്ടോ. അവർ വന്ന് നേരെ ആ കുഴിക്കകത്ത് വീഴും. വീട് കഴിഞ്ഞപ്പോൾ നമ്മൾ കൂടി ചെല്ലും, അയ്യോ എന്ത് പറ്റി, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പം നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും കിട്ടണ്ടേ. വീഴുകയെന്ന് വെച്ചാൽ കൊന്നുകളയെന്നല്ല ഉദ്ദേശം, ജസ്റ്റ് ഇങ്ങനെ എന്ന് വെച്ചാൽ ആ സമയത്ത് ഇതൊക്കെ അങ്ങനെയാണ്. പക്ഷേ അത് അപ്പോഴാണ് ഇങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് നമ്മുടെ ട്രീ ഹൗസാണ് നമ്മുടെ ഓഫീസ് അവിടെ ചെല്ലും. അവിടെ ചെന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് സംസാരിച്ച് വൈകിട്ട് ഒരു തന്നെ പരിപാടി. എല്ലായിടത്തും പോയി ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വൈകിട്ടാകുമ്പോൾ ചായ കുടിക്കാൻ വേണ്ടി വീട്ടിൽ പോകും. ഈ 3 കഥാപാത്രങ്ങൾ ഞാൻ പറഞ്ഞില്ല. ഈ 3 കഥാപാത്രങ്ങൾ ഏകദേശം ഞാൻ ഒരു സമയമായി നമ്മൾക്ക് വളർന്ന് വലുതാവും വരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇന്ന് പോകുമ്പോഴേ ട്രീ ഹൗസുകളൊക്കെ അവിടെ കാണാം. പക്ഷെ ഇന്ന് 3 പേരും 3 വഴിക്കായി. പക്ഷെ അന്നൊക്കെ ഞാൻ ആ ടൈമൊക്കെ വെച്ചാൽ വൺ ഓഫ് ദി ബെസ്റ്റ് ടൈമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഏകദേശം കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോരുത്തർ ആവശ്യങ്ങളായി പോയി. എങ്കിൽ പോലും നമ്മൾ ഈ പറഞ്ഞ ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു മാമനൊക്കെ ആണ്. മാമൻ, അമ്മയുടെ അനിയത്തിയുണ്ട്, പിന്നെ അന്ന് അമ്മൂമ്മയൊക്കെ ഉണ്ട്. അപ്പം അമ്മൂമ്മയെന്ന് വെച്ചാൽ അന്ന് അപ്പൂപ്പൻ ഏകദേശം അവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. ഇവിടെ കൊല്ലത്ത് തന്നെ അഞ്ചാലമ്പുഴ എന്നുള്ള സ്ഥലത്തൊരു ഓഡിറ്റോറിയം ഉണ്ട്. ഈ ഓഡിറ്റോറിയത്തിൽ പോകുമായിരുന്നു. ഓഡിറ്റോറിയത്തിൽ പോയിട്ട് അന്ന് അവിടുത്തെ ജോലി അപ്പൂപ്പൻ ചെയ്തുകൊണ്ട്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് നമ്മൾ വരെ കവറിലാക്കി അപ്പനോട് കൊടുക്കും. അപ്പോൾ നമ്മളതിൽ ബസ്സിൽ പോകും, നമ്മൾ കൂടെ പോകും. കാരണം ഓഡിറ്റോറിയത്തിൽ ഗുണമെന്ന് വെച്ചാൽ അന്ന് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ മറ്റേ അങ്ങനെ ഈ പേരറിഞ്ഞൂടാ, ഈ മറ്റേ ഓലക്കാല് പോലെ ഇരിക്കും സാധനം. ഇത് വെച്ച് നമ്മളിങ്ങനെ അടിച്ചൊക്കെ അപ്പോൾ ഇതും പൂവും അതുമൊക്കെ വെച്ച് കളിക്കാമല്ലോ. നമുക്ക് പരിപാടി കഴിഞ്ഞാൽ ആൾക്കാർ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലിറ്ററലി ചെയ്യാമെന്നുള്ളേ ഉള്ളൂ.
അപ്പോൾ ആ ബേസിസിൽ നമ്മൾ പോകും. പോയിട്ട് അവിടെ പോയി ഇതൊക്കെ എടുത്ത് കളിക്കും, ഇതൊക്കെ എടുത്ത് അടിച്ചും തിരിച്ച് കളിക്കും. അതൊക്കെ കളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ചായ കുടിക്കാൻ വേണ്ടി പിന്നെയും വെളിയിൽ പോകും. കാരണം ആ സമയത്തൊക്കെ ചായ നോക്കി ഇപ്പോൾ എനിക്ക് ഞാൻ സത്യം പറഞ്ഞ ഒരു ടീ ലവറാണ്. ഞാൻ ഇഷ്ടംപോലെ കടകളിൽ പറഞ്ഞു ചായ കുടിക്കുക. ഒരു ദിവസം ഞാൻ ഏകദേശം 3-4 ചായ കുടിക്കുന്ന ആളാണ്. അപ്പം ഞാനിപ്പം ഏകദേശം എവിടെ പോയാലും നല്ല പോലെ ചായ കുടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു വിശേഷം. നല്ല ചായ കിട്ടാനില്ല. ഞാനൊക്കെ ആ സമയത്ത് കുടിച്ച പോലെ നല്ല കിട്ടില്ല ചായ സത്യം പറഞ്ഞാൽ ഇവിടെ ഒന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. എനിക്ക് ഭയങ്കര ആഗ്രഹം. കാരണം എല്ലായിടത്തും ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യാറുണ്ട് ഈ ടീ എന്ന് പറയുന്ന സാധനം. ടീ ഓർ കോഫി, പക്ഷേ ഏറ്റവും കൂടുതൽ ടീ ആണ്. കാരണം എനിക്ക് അത് ശീലമായിപ്പോയി. ഞാൻ പണ്ടേ ഒരു 4-5 ചായ കുടിക്കുന്ന ആളാണ്. പിന്നെ ഞാൻ അത് കണ്ടിന്യൂസ്ലി കൊണ്ടുപോകണം. അപ്പം അങ്ങനെ നടന്നപ്പോഴത്തേക്ക് അത് അങ്ങനെ ചായ ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ. എനിക്ക് തോന്നിയിട്ടില്ല. അവിടുന്ന് കുടിച്ച ചായകളെന്നൊക്കെ പറഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്നൊക്കെ പറയാം. ഇന്നൊന്നും അങ്ങനെ ഇപ്പം മറ്റേ ചുമ്മാ ഓരോ ബംഗാളി പയ്യന്മാരൊക്കെ വന്നിരുന്നിട്ട് അവരവരുടെ രീതിയിലൊക്കെ കഴിച്ചാൽ അന്നൊക്കെ അങ്ങനെയല്ല. എന്നൊക്കെ ഒരു ചായയും കടിയും എന്നൊക്കെ പറഞ്ഞാൽ കിടിലോ. പിന്നെ നമ്മൾ പോവും, തിരിച്ചു വരും. പൈസ പിന്നെ വിശേഷം എന്ന് വെച്ചാൽ പൈസ കിട്ടും കേട്ടോ. അതായത് നമ്മൾ സ്കൂള് വെച്ചാൽ അവധി കഴിഞ്ഞില്ലേ, അവധി കഴിഞ്ഞാൽ പിന്നെ 8 നമുക്ക് വേറെ പരിപാടിയില്ല. അന്നേരം വീട്ടിൽ പോകും. വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴത്തേക്ക് അവധി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് അമ്മൂമ്മയാണെങ്കിൽ ഒരു 500 രൂപ, എനിക്ക് തോന്നുന്നു അന്ന് 500 രൂപ വലിയ പൈസയാണ്. 10, 100, 500 ഒക്കെ തരും. എന്നിട്ട് വെച്ചോ എന്ന് പറയും. എനിക്ക് കിട്ടുമ്പോൾ എന്താണ് ഇത് വെച്ചൊന്നും ചെയ്യാമല്ലോ ഒന്നാമത്തെ കാര്യം. കാരണം നമുക്ക് ഈ 500, 100 എന്നൊക്കെ അന്ന് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കിത് വെച്ചൊന്നും ചെയ്യാമില്ലേ. ഇപ്പോഴൊക്കെ അറിയാമല്ല. അന്നേരം 500 രൂപ അല്ലെ 100 രൂപയൊക്കെ തരും കേട്ടോ. കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാമില്ല. ഞാൻ ചുമ്മാ കയ്യിൽ വെച്ചിരിക്കും. ചുമ്മാ കയ്യിൽ വെച്ചിട്ട് നടക്കണ കഥയൊന്നും ഇല്ല. നേരെ കൈ വെച്ച് തരും. അമ്മ ആരെങ്കിലും വിളിക്കാൻ വരണത്, അല്ലെങ്കിൽ ഒന്നേ അമ്മ അച്ഛനാരെയും വിളിക്കാൻ വരും, അല്ലെങ്കിൽ അമ്മ മനെടുത്ത് വീട്ടിൽ കൊണ്ടാക്കും. വീട്ടിൽ കൊണ്ടാകും. അമ്മയ്ക്ക് എന്ത് തന്നിട്ട് മാമൻ തന്നാൽ എത്ര തന്നാൽ അതെന്ത് അവർക്ക് കൂടെ അവരെന്ത് നമ്മുടെ അടുത്ത് പറയുന്ന ഡയലോഗ് എന്ന് പറയുന്നത്, നീ ഇപ്പം 100, 5 എൻ്റെ കൈ തന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം, എനിക്ക് എന്ത് വേണം വാങ്ങിച്ചു തരും ഞാൻ, അല്ലെങ്കിൽ അത് വാങ്ങിച്ചു തരും. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് എന്താണ്, ശരി ഇതും കൈ കൊടുത്താൽ നമുക്ക് കിട്ടിയില്ലേ, അവരെന്തെങ്കിലും വാങ്ങിച്ചു തരും, എന്തെങ്കിലും അന്ന് കടയിൽ പോയി ഡയറക്റ്റ്ലി ഒന്നും വാങ്ങിക്കാറിനൂടാ. അപ്പോൾ നേരം കൊടുക്കും കേട്ടോ. നേരെ കൊടുത്തിട്ട് വെച്ച് കൊണ്ടുപോയിട്ട് അവരെല്ലാം വാങ്ങിച്ചു തരുമെന്ന്. അപ്പോൾ ചിലപ്പോഴല്ല എനിക്ക് സംബന്ധിച്ച് എനിക്ക് ഏകദേശം വാങ്ങിച്ചൊക്കെ തന്നിട്ടുണ്ട്. എനിക്ക് എന്ന് വെച്ചാൽ വാങ്ങിച്ചു തരുമായിരുന്നു. ഞാൻ അന്ന് അച്ഛനും അമ്മയും ഏകദേശം എനിക്ക് എല്ലാം വാങ്ങിച്ചു തരുമായിരുന്നു. ഏറ്റവും ആവറേജ് ഫാമിലി ആണെങ്കിൽ പോലും എനിക്ക് എല്ലാം വാങ്ങിച്ചു തരുമായിരുന്നു. ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇന്നും അന്നൊരു പക്ഷേ കിട്ടിയതൊക്കെ എൻ്റെ ഒരു ലൈഫിൽ കിട്ടാനുള്ളതൊക്കെ ആ ഒരു പ്രായത്തിൽ എനിക്ക് തന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ആർഭാട ജീവിതമല്ല, ആവറേജ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഞാൻ ജനിച്ചത്. അപ്പം അതിൽ നിന്ന് ആസ് എ ബോയ് എനിക്ക് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ they'll give. സോ ഐ ആം സോ പ്രൗഡ്. സോ എങ്കിൽ പോലും അന്ന് കിട്ടണ 500, 100 ഒക്കെ ഞാൻ വീട്ടിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ എനിക്ക് കുടുക്കയുണ്ടായിരുന്നു ചെറിയ, ഈ കുടുക്കകത്ത് ഇട്ട് വയ്ക്കും. എന്നിട്ട് ഞാൻ തന്നെ കുടുക്ക അടിച്ച് പൊട്ടിക്കും. കാരണം ഈ കുടുക്കയ്ക്ക് പ്രശ്നമുണ്ട്. നമ്മൾ ഈ വീട്ടിൽ കുടുക്ക വയ്ക്കും കേട്ടോ. കുടുക്ക വയ്ക്കും, അതിൽ കുടുക്ക മീൻസ് എന്തെങ്കിലും ബോക്സ് പൈസ ഇട്ട് വയ്ക്കും. ചിലപ്പോൾ മണാലി ട്രിപ്പായിരിക്കും, അല്ലെങ്കിൽ ഫോൺ വാങ്ങാനായിരിക്കും, അല്ലെങ്കിൽ വണ്ടി. അത് അങ്ങനെ ചെയ്യണം, റിലീജിയസ്ലി അത് ഫോളോ ചെയ്ത് ചെയ്യണം ആൾക്കാർ ചുരുക്കമാണ്. എന്നെ സംബന്ധിച്ച് ഞാനൊക്കെ പണ്ട് ഇഷ്ടം പോലെ കുടുക്ക അതും ഇതൊക്കെ വാങ്ങിച്ച് 10, 100 ഒക്കെ ഇട്ട് വയ്ക്കും. ഈ ഞാൻ തന്നെ ചിലപ്പോൾ ഒരു വെള്ളം കുടിക്കാൻ അത് നോക്കുമ്പോൾ കയ്യിൽ പൈസ കാണില്ല. ഞാൻ തന്നെ അടിയിൽ ഓട്ടയിട്ട് വയ്ക്കും. ഞാൻ തന്നെ മോളിൽ നിന്നിടും, ഞാൻ തന്നെ അടിയിൽ നിന്നിടും, മോളിൽ നിന്നിടും, അടിയിൽ നിന്നിടും. ഞാൻ തന്നെ അടിയിൽ എൻ്റെ ഒരു ദ്വാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ അതൊക്കെ ഇന്നൊന്നും അങ്ങനെ ഇന്നൊക്കെ ഞാൻ കടയിൽ പോയി, ഇതിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, ഞാൻ ഇന്നലെ കടയിൽ പോയപ്പം ഞാൻ ഇത് കണ്ട്, ഞാൻ ലുലുവിൽ പോയപ്പോഴത്തേക്ക് ഞാൻ ഇത് കണ്ടു. അപ്പോൾ ഞാൻ ആലോചിച്ച് അന്നൊക്കെ ആൾക്കാർ ഇപ്പം ഞാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. ഇന്നൊക്കെ എത്രത്തോളം ആൾക്കാർ അത് യൂസ് ചെയ്യണം. ഇപ്പം സേവിങ്സ് അത് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ അക്കൗണ്ട്സ് അതൊക്കെ കൊണ്ട്, പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ രസമാണ്. എന്നെ സംബന്ധിച്ച് അതൊക്കെ രസമായിരുന്നു. സോ ഇങ്ങനെ പോവും, തിരിച്ചു വരും. ഏകദേശം എൻ്റെ ചൈൽഡ്ഹുഡൊക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ ഏറ്റവും കൂടുതൽ ചൈൽഡ്ഹുഡ് ഞാൻ സ്പെൻഡ് ചെയ്ത കൊല്ലത്തായിരുന്നു. അതിൽ നിന്ന് എനിക്ക് കിട്ടിയ വാല്യൂസ്, ബിഹേവിയേഴ്സ്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളായിരുന്നാലും നിങ്ങളെ ചൈൽഡ്ഹുഡ്സൊക്കെ സത്യം പറഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വല്ലപ്പോഴൊക്കെ പോയി ഒന്ന് റീടച്ച് എന്ന രീതിയിൽ നമ്മളൊന്ന് ചുമ്മാ അനുഭവിക്കണം. ചിലപ്പോൾ നാടായിരിക്കും, അല്ലെങ്കിൽ താമസ വീടായിരിക്കും, ചിലവർ ബുദ്ധിമുട്ടുകളായിരിക്കും അനുഭവിച്ചിട്ടുള്ളത്. അതൊന്നും പോയി എക്സ്പ്ലോർ ചെയ്യാൻ പറയാനില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ നല്ല നല്ല മെമ്മറീസ് ഉള്ള സ്ഥലങ്ങളിൽ വൺസ് എ ടൈം ഒന്ന് പോകണം. വെൻ യു ഗോ ദെയർ വാട്ട് യു വിൽ ഗെറ്റ് ഈസ് ദാറ്റ് നമുക്ക് ഫോം ഓഫ് ഒരു പവർ. എന്നെ സംബന്ധിച്ച് വാട്ട് ഐ ആം ഗെറ്റിംഗ് ഫ്രം ദെയർ ഈസ് എ സോർട്ട് ഓഫ് എൻ എനർജി ദാറ്റ് എനിക്ക് പിന്നെയും കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു എനർജി, ഫോക്കസ്. പിന്നെ ഐ ആം സോ ദ ബേസിക് തിങ്സ് ഐ ആം സോ ഹാപ്പി വെൻ ഐ വെൻ ദെയർ. അതാണ് എൻ്റെ ആവശ്യം. ഞാൻ നല്ല ഹാപ്പിയാണ് അവിടെ പോയി ഇരിക്കുക, ആൾക്കാരെ കാണുക. പക്ഷെ അവിടെ തിരിച്ചു വരുമ്പോഴാണ് ഹാപ്പിനെസ്. അത് അങ്ങനെ ഞാൻ പോയി എനിക്ക് മനസ്സിലായി തുടങ്ങിയത് ഹൗ മച്ച് ഐ ആം ബോണ്ടഡ് എന്ന്. അവിടെ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലുമൊക്കെ ആവുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ അവിടെയൊക്കെ ഒരു വീട് വെച്ചെങ്കിൽ കാരണം അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാമാണ്. നമ്മൾ വിചാരിക്കുമ്പോൾ അത് എനിക്ക് അത്ര പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല. വലിയ റഷില്ല,
വലിയ ബഹളങ്ങളില്ല. എന്നും വൈകിട്ടിട്ട് ഫുട്ബോൾ അങ്ങനെ കളിക്കുന്ന കുറേ പിള്ളേർ അവരുടെ കൂടെ പോയി കളിക്കുക. രാവിലെ അവിടെ കുറേ ചേട്ടന്മാർ അവരൊക്കെ വരും. അവരൊക്കെ വന്ന് ഒരു കല്ലിരിക്കും, അവർ കാര്യം പറയാം, എൻ്റെ കൂടെ നമ്മൾ വരെയും. പിന്നെ അവിടെയൊക്കെ റഷില്ല, വണ്ടിയില്ല, ഇതേപോലെ സംസാരങ്ങളില്ല, പ്രശ്നങ്ങളില്ല, അടി ബഹളം ഒന്നുമില്ല. കാറ്റ് നല്ല ഈ കായൽ നല്ല കാറ്റ്, നമുക്ക് വൈകിട്ട് കക്ക വരാൻ പോവാം. ഇങ്ങനത്തെ ലൈഫൊക്കെ എനിക്ക് പറഞ്ഞാൽ കുറേ പേര് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. സോ എനിക്ക് ഇത്രയ്ക്കുള്ള പറയാനുള്ളൂ. സോ ഗായ്സ്, എൻ്റെ ചൈൽഡ്ഹുഡ് എന്നൊക്കെ പറയുന്നതാണ്. ഇനി നമുക്ക് ഫർദർ വീഡിയോസിൽ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട്, നിങ്ങൾക്ക് ഇങ്ങനെ ചൈൽഡ് മെമ്മറീസ് പലതും കാണാം, നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്തിട്ട് നമുക്ക് ലെറ്റ്സ് മൂവ് ഓൺ. സോ ഇത്രയേ ഉള്ളൂ, ഇതാണ് എനിക്ക് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക്, സബ്സ്ക്രൈബ് എന്നൊക്കെ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം. കാരണം എനിക്ക് ഇതിലൂടെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ട് അങ്ങനെ എനിക്ക് എൻ്റെ കാര്യം ഷെയർ ചെയ്യാം. മീൻസ് ഐ ജസ്റ്റ് വോണ്ട് സം വൺ ടു ബി ദെയർ ടു ടോക്ക്. സോ ഐ ജസ്റ്റ് വോണ്ട് ടു സേ. ചിലപ്പം എൻ്റെ ഒരു വീഡിയോ കണ്ട് ചിലപ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ ഒരു സന്തോഷമായിട്ട് അത്രയാണ്. ഐ ആം സോ ഹാപ്പി. സോ അത്രേ ഉള്ളൂ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. സോ സീ യു ബൈ ദെൻ.